TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റിങ്ങിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഈയിടെയായിട്ട് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള വേരിയൻസ്, അതായത് മെറ്റീരിയൽ വേരിയൻസിൻ്റെ ഇക്വേഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. നമുക്കറിയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ഈ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീൻസ് ദ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. CIMA ലണ്ടൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? Standard costing is a technique which uses a standard for cost and revenue for the purpose of control through variance analysis. ഇങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുകയും ഈ ഡിഫറൻസിൻ്റെ കാരണം അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് അനലൈസിങ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് ഫേവറബിളും ആവാം, അൺഫേവറബിളും ആവാം. അതായത് ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഫേവറബിൾ അല്ലെങ്കിൽ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. ഇഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ്, ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് ഫേവറബിൾ ഓർ പോസിറ്റീവ്. ഇതും അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ഫേവറബിൾ ആണ് അല്ലെങ്കിൽ പോസിറ്റീവാണ്. ഇനി ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ ഡിഫറൻസ് അൺഫേവറബിൾ ആണ് അല്ലെങ്കിൽ നെഗറ്റീവാണ്. ഇഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ്, ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് അൺഫേവറബിൾ ഓർ നെഗറ്റീവ്. ടോട്ടൽ വേരിയൻസിനെ മെയിനായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: കോസ്റ്റ് വേരിയൻസും സെയിൽസ് വേരിയൻസും. കോസ്റ്റ് വേരിയൻസിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു: മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, ഓവർ ഹെഡ് വേരിയൻസ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ മെറ്റീരിയൽ വേരിയൻസിൽ നിന്നാണ്. നമുക്ക് നോക്കാം. മെറ്റീരിയൽ വേരിയൻസിനെ 5ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. ഓരോന്നിൻ്റെയും ഇക്വേഷനാണ് ചോദിക്കുന്നത്. ആദ്യത്തേത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് വെച്ചാൽ കോസ്റ്റുകൾ തമ്മിലുള്ള, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. കോസ്റ്റുകൾ തമ്മിലുള്ള വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആക്ച്വൽ കോസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. രണ്ടാമത്തേത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. പേരിൽ തന്നെയുണ്ട് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം. പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, അതിൻ്റെ കൂടെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കണം. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അതായത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. പ്രൈസുകൾ തമ്മിലുള്ള വേരിയൻസ് ആണിത്. മൂന്നാമത്തേത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇത് ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ് എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്.
സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കണം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കണം. നാലാമത്തേത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. മിക്സ് ഓഫ് മെറ്റീരിയൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. മിക്സിൽ വരുന്ന വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് 2 കേസ് വരുന്നുണ്ട്. അതായത് മിക്സുകൾ സെയിം ആവുന്ന കേസും മിക്സുകളിൽ വ്യത്യാസമുള്ള കേസും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സ് ആർ സെയിം. ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സും സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സും സെയിം ആവുന്ന കേസിൽ ഫോർമുല വരുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ അതേ ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇനി ആക്ച്വൽ വെയ്റ്റ് ഓഫ് മിക്സും അതുപോലെ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് മിക്സും ഡിഫറെൻ്റ് ആവുന്ന കേസിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. വ്യത്യാസം ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാവും. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കണം. ഈ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ വെയ്റ്റേജ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയ്റ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇങ്ങനെയാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഇതിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കിട്ടുന്നത്. അടുത്തത് അഞ്ചാമത്തേത് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിവൈസ്ഡ് യൂസേജ് വേരിയൻസ്. ഇത് 2 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിവൈസ്ഡ് യൂസേജ് വേരിയൻസ് കിട്ടുന്നത്. ആദ്യം പറഞ്ഞ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നു. അതും കൂടി ഓർത്ത് വെക്കുക. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ വേരിയൻസിൽ വരുന്ന 5 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.